ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു കുഷ്യൻ കവറിൽ എങ്ങനെ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് റിബൺ എംബ്രോയ്ഡറി ആണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതേപോലെ ഈ സൈഡിലേക്കാണ് ഞാൻ ഇനി ഒരു ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു റിബണാണ്. 0.5 സെൻറ്റിമീറ്റർ ആണ് ഈ റിബണിൻ്റെ എല്ലാം മെഷർമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ സൂചിയിൽ കുരുത്തിങ്ങനെ വെക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സ്റ്റെമ്മും അതേപോലെ തന്നെ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഗ്രാസ് ലീഫാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പഴയ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെം ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഉറപ്പിക്കാം. ഈ ചെയ്യുന്ന എല്ലാ റിബൺ എംബ്രോയ്ഡറി, അതായത് ആ ഫ്ലവേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഒരു സാധാരണ നീഡിലും ത്രെഡും വെച്ചിട്ടൊന്ന് ബാക്ക് സൈഡിലൊന്ന് ഉറപ്പിച്ച് വെക്കണം. കാരണം നമ്മൾ വാഷൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതിന് മുകളിൽ കൂടി ചെറിയതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാം. സെയിം കളറിലുള്ളൊരു നൂല് വെച്ച് നമുക്ക് ബാക്ക് സൈഡിലൂടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഗ്രാസിൻ്റെ ഒരു ലീഫ് പോലെ, അതായത് ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ പല ഡയറക്ഷനിലായിട്ട് നമുക്ക് ലീവ്സൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോസിലൊക്കെ കുറച്ച് ടൈം കൂടുതലായിട്ട് പലരും പറഞ്ഞു. അതേപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ലീവ്സും അതേപോലെ സ്റ്റെം ആണെങ്കിലും ഞാൻ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ റിബൺ ഉപയോഗിച്ച് ഫ്രഞ്ച് നോട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ആ ബേസിൽ, അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 3/4 വരെ നമ്മൾ മുകളിലേക്ക് ഇതേപോലെ തന്നെ 2 തവണ ഞാൻ ചുറ്റിയെടുത്തിട്ടാണ് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു തവണ ചെയ്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 തവണ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ ആദ്യമേ തന്നെ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട്, അതായത് ഈ ഒരു ഗോപിപ്പൊട്ട് പോലെ ഒരു ഷേപ്പ് ആദ്യമേ വരച്ചെടുക്കുക. അതിനുശേഷം ആ ഷേപ്പിൽ കൂടി തന്നെ നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ നോട്ടും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴേന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് മുകളിലേക്ക് വരാം. അപ്പം ഞാൻ എൻ്റെ ഒരു 1/3 ഭാഗം ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ലെമൺ യെല്ലോയും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് വൈറ്റ് കളറിലുമാണ് ഞാൻ 3 കളർ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാം. അപ്പം ഏത് കളറിലുള്ള റിബൺ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ക്ലോത്തിൻ്റെ കളറിന് മാച്ചിങ് ആവുന്ന രീതിയിൽ വേണം, നല്ല കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കണം, എന്നാലേ അതിന് ഭംഗി വരത്തുള്ളൂ. പിന്നെ ഈ താഴെ കാണുന്ന ലീവ്സ് എല്ലാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. വളരെ എളുപ്പമാണ്. താഴെ നിന്ന് കുത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്ര നീളം വേണോ അവിടേക്ക് താഴേക്ക് വീണ്ടും കുത്തി ഇറക്കി ബാക്ക് സൈഡിൽ നമുക്കിതൊന്ന് ഉറപ്പിച്ചു വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന പോർഷൻസ്, റിബണിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ബാക്ക് സൈഡിൽ നിങ്ങളൊന്ന് ഉരുക്കി ചേർത്ത് ഒട്ടിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അഴിഞ്ഞു പോകാൻ, ലൂസ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നിങ്ങൾ ശരിക്കൊന്ന് ഉറപ്പിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. അതേപോലെ സ്റ്റെമ്മിനും ലീവ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു സെക്കൻഡറി സ്റ്റിച്ചും കൂടെ ബാക്ക് സൈഡിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെയുള്ള വീട്ടിലാവുമ്പോൾ ഇത് പെട്ടെന്ന് അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അകത്തെ ഭാഗം എല്ലാം ഫില്ല് ചെയ്ത് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുകൾ ഭാഗത്തേക്ക് ഒരു ലെമൺ യെല്ലോയും പിന്നെ ഒരു വൈറ്റ് കളറിലും ഒരു 3-4 കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ഷാർപ്പൻ്റെ എൻഡ് ഒന്ന് കൂർത്തിരിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ഈ ഒരു ഫ്ലവറിന് ഇങ്ങനെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കുഷ്യൻ്റെ കവർ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ലാസ്റ്റിലൊന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. കാരണം ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് കുത്തിയാൽ മതി. വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ നിങ്ങൾ ചെറിയ റിബൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. കുഷ്യൻ കവറൊക്കെ മനോഹരമാക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.